ഗുഡ് മോർണിംഗ്. നമുക്ക് ഇനി രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം സബ്സേ ബഡാ ഷോമാൻ എന്ന പാഠം എടുക്കാം. അപ്പോൾ പാഠത്തിലെ പറയുന്നത് ചാർലി ചാപ്ലിൻ, അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ചാർലി ചാപ്ലിൻ ആരാണെന്ന് നിങ്ങൾ പല വീഡിയോസും പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പം അദ്ദേഹം ഒരു നല്ലൊരു ഹാസ്യ അഭിനേതാവാണ്. അതുപോലെ തന്നെ ഒരു സിനിമാ സംവിധായകനാണ്. അതുപോലെ ലോകം അറിയപ്പെടുന്ന വലിയ ഒരു കലാകാരൻ കൂടിയാണ് ചാപ്ലിൻ. അപ്പോൾ ചാപ്ലിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമകളൊക്കെയാണ്. പിന്നെ നല്ല സംഗീതജ്ഞനാണ്, കൂടാതെ സിനിമ നിർമ്മാതാവും കൂടിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ മോഡേൺ ടൈംസ്, ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ദി കിഡ്, ഇങ്ങനത്തെയുള്ള ഒരുപാട്, അതുപോലെ ദി സർക്കസ്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റാവുന്ന ആസ്വദിക്കാവുന്ന ഒരുപാട് നല്ല സിനിമകളുടെ അഭിനേതാവാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയും ഒരു വലിയ കലാകാരിയായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഈ ജീവനിയാണ് നമുക്കിപ്പോൾ ഈ പാഠഭാഗത്തിൽ, ജീവനി എന്ന് പറഞ്ഞാൽ ജീവചരിത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നതാണ് ഗീത് ചതുർവേദി എന്നാൾ. അപ്പോൾ അദ്ദേഹം നല്ലൊരു ജീവചരിത്രമൊക്കെ എഴുതുന്ന രചയിതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് അദ്ദേഹം ചാപ്ലിൻ്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലെ ഇതിൽ വ്യക്തമായിട്ട് ആദ്യം തന്നെ ഒരു കൊടുത്തിട്ടുണ്ട്, ഒരു ഹൈക്കു പോലെ കൊടുത്തിട്ടുണ്ട്. ചാപ്ലിൻ പറയുന്ന ഭാഗം ഇതാണ്: മുझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. മുझे बारिश में चलना पसंद है, എനിക്ക് മഴയത്ത് നനഞ്ഞ് നടക്കാനായിട്ട് വലിയ ഇഷ്ടമാണ്. മേരെ ആസൂ ജോ നഹി ദേഖ് പാത്ത ഹെ കോയ്, എൻ്റെ കണ്ണുനീര് ആരും കാണില്ലല്ലോ, അതായത് മഴ നനഞ്ഞിരിക്കുമ്പോൾ എൻ്റെ സങ്കടം ആരും കാണില്ലല്ലോ എന്നാണ് ചാപ്ലിൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവനിയാണ് ഇനി നമുക്ക് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ആ ജീവനിക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സബ്സേ ബഡാ ഷോമാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് കൊടുത്തതെന്ന് നോക്കാം. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. लोगों को लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. लोग चिल्लाने लगे. गाते गाते, गाते मीन्स പാടുക, അച്ചാനക് പെട്ടെന്ന്, പാടിക്കൊണ്ടിരിക്കലെ, മാക്കി ആവാസ് അമ്മയുടെ ശബ്ദം, ഫട്കർ ഫട്കർ എന്ന് വെച്ചാൽ മുറിയുക. അപ്പോൾ ഇവിടെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് പോവുക, മുറിഞ്ഞു പോവുക. ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി, ഫുസ്ഫുസാഹട്ട് പിറുപിറുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ നല്ല ഫ്ലുവൻ്റായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയുടെ ശബ്ദം മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് തബ്ദീൽ ഹോ ഗയി, മാറിപ്പോയി. തബ്ദീൽ എന്ന് പറഞ്ഞാൽ മാറ്റം, തബ്ദീൽ ഹോന മാറുക. അപ്പോൾ പെട്ടെന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ടിൻ്റെ ഒഴുക്കിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്ന് വാക്കുകൾ മുറിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ലോഗോं को लगा कि माइक में कुछ खराबी आ गई है. അപ്പോൾ കാണികൾക്ക് തോന്നി, മൈക്ക് മേം പാടിക്കൊണ്ടിരിക്കുമ്പോൾ മൈക്കിൽ എന്തെങ്കിലും ഖരാബി, കേടു വന്നതായിരിക്കാം എന്ന് കാണികൾക്ക് തോന്നി. പാർ ഫുസ്ഫുസാഹട്ട് ജാരി ഥി, പക്ഷേ അങ്ങനെയൊക്കെയാണ് എങ്കിലും ആ പിറുപിറുക്കുന്ന ശബ്ദം തുടർന്നുകൊണ്ടേയിരുന്നു. ജാരി എന്ന് പറഞ്ഞാൽ തുടർന്നുകൊണ്ട് പോകുക. ലോക് ചില്ലാനെ ലഗെ, അപ്പോൾ ജനങ്ങൾക്ക് പാട്ട് സുഖമല്ലാതെ തോന്നുന്നു, ശബ്ദങ്ങൾ ക്ലിയർ അല്ലാണ്ടാവണമെന്നൊക്കെ തോന്നിയപ്പോൾ ചില്ലാനെ ലഗെ, അവർ ഉറക്കെ ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അലറി വിളിക്കാന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഉറക്കെ ശബ്ദം ഉണ്ടാക്കി. കहीं से कुछ लोग म्याऊ म्याऊ की आवाज निकालने लगे. इस अभद्र शोर ने माँ को स्टेज से हटने को मजबूर कर दिया. कहीं से कुछ लोग म्याऊ म्याऊ की आवाज निकालने, म्याऊ म्याऊ की പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കുക, അതായത് കളിയാക്കിക്കൊണ്ട് പരിഹസിക്കാൻ പാകുന്ന അപശബ്ദങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള ശബ്ദങ്ങൾ, ആവാസ് ശബ്ദം, നിക്കാലിനയിലേക്ക് അതൊക്കെ പുറപ്പെടുവിക്കാൻ തുടങ്ങി. അപ്പോൾ തിക്കും തിരക്കും ബഹളമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ജനങ്ങൾ. ഇസ് അഭദ്ര ഷോർനെ, അഭദ്ര പറഞ്ഞു കഴിഞ്ഞാൽ കോലാഹലം നിറഞ്ഞത്,
തിക്കും തിരക്കുന്നുണ്ട്, മോശമായെന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ള ആ ബഹളത്തിലെ, ആ കൂവൽ ഉണ്ടാക്കുന്ന ശബ്ദത്തിലെ മാക്കോ സ്റ്റേജ് സെ, അമ്മയ്ക്ക് ഷോറിന ബഹളമാണ്, അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്നും ഹട്നേക്കോ മാറിപ്പോകേണ്ട നിവർത്തികേടുണ്ടായി. മജ്ബൂർ കർദിയ, നിർബന്ധിതയാക്കുക എന്നർത്ഥം. അമ്മയെ സ്റ്റേജിൽ നിന്നും അമ്മയ്ക്ക് മാറിപ്പോകേണ്ടി വന്നു എന്ന് പറയാം. അമ്മ അങ്ങനെ സ്റ്റേജിൽ നിന്നും പിൻവാങ്ങി. चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. उस दिन भी पर्दे के पीछे खड़ा वह आवाज के तमाशे को देख रहा था. ചാർലി ചാപ്ലിനെ വഹ അക്സർ മിക്കവാറും, എല്ലായ്പ്പോഴും എന്നൊക്കെ അർത്ഥം. അപ്പനെ സാ തിയേറ്റർ ലേ ജാതി തി. അപ്പോൾ തിയേറ്ററിൽ ഷോ നടത്തുന്ന ആളാണ് അമ്മ. പാട്ടൊക്കെ പാടി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നു. അപ്പം അമ്മ പോകുമ്പോൾ തന്നെ മകനെയും അവിടെ കൊണ്ടുപോകാറുണ്ട് എന്ന് പറഞ്ഞു. ഉസ് ദിൻ ബി പർദ്ദേക്കെ പീച്ചെ, അതേ ആ ദിവസവും പർദ്ദേക്കെ പീച്ചെ, പർദ്ദ കർട്ടൻ, കർട്ടന്റെ പിന്നിൽ നിന്നുകൊണ്ട് ആവാസ് കെ തമാശക്കോ ദേഖ് രഹാ ഥാ, അമ്മയുടെ ശബ്ദത്തിലുണ്ടായ ആ വ്യതിയാനങ്ങൾ, ആ വ്യത്യാസങ്ങള് ദേഖ് രഹാ ഥാ, പിന്നിൽ നിന്ന് മകൻ ഈ കാഴ്ചകള് കണ്ടുകൊണ്ട് നിന്നു. മാ ഔർ മാനേജർ മേ ബഹസ് ഹോത്തെ ദേഖ്, അമ്മയും മാനേജർ, തിയേറ്ററിൻ്റെ ഉടമ അല്ലെങ്കിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന മാനേജറും തമ്മിലെ ബഹസ് ഹോത്തെ ദേഖ്, ബഹസ് പറഞ്ഞാൽ വാക്ക് തർക്കം, അവർ തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ ദേഖ് വഹ് വഹാങ്കയ, കുട്ടിയെ, ചെറിയ കുട്ടിയായിരുന്ന ചാപ്ലിൻ അമ്മയും മാനേജറും തമ്മിലുള്ള ഈ വർത്തമാനങ്ങളും വഴക്കുമൊക്കെ കണ്ടപ്പോൾ സ്റ്റേജിൻ്റെ പിന്നിൽ നിന്നും മുന്നിലേക്ക് കുട്ടി വന്നു. मैनेजर ने चार्ली को माँ के कुछ दोस्तों के सामने, मैनेजर चार्ली को माँ के कुछ दोस्तों के सामने अभिनय करते देखा था और वह उसे स्टेज पर भेजने की जिद करने लगा. माँ डर गई. 5 साल का बच्चा, അങ്ങനെ അമ്മയും മാനേജറും തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോൾ കുട്ടി അവിടേക്ക് ചെന്നു. മാനേജറിനെ ചാർലിക്കോ മാക്കി കുച്ച് ദോസ്തോക്കെ സാമനെ, മാനേജറെ എപ്പോഴോ ഏതോ സമയത്ത് ചാർലിക്കോ മാക്കെ കുച്ച് ദോസ്തോക്കെ സാമനെ, ചാർലി അമ്മയുടെ കുറച്ച് ദോസ്ത്, കൂട്ടുകാരുടെ, ഫ്രണ്ട്സിന്റെ ഒപ്പം അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് അഭിനയ കർത്തേ ദേഖാ ഥാ, ചാർലി എപ്പോഴോ അമ്മയുടെ കൂടെ ഇതുപോലെ ഏതൊക്കെയോ പരിപാടിക്ക് പോയ സമയത്ത് അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ചാർലി എന്തൊക്കെയോ അഭിനയിച്ച് കാണിക്കുന്നത് എപ്പോഴോ ഈ മാനേജർ കണ്ടിട്ടുണ്ട്. और वह उसे स्टेज पर भेजने की जिद करने लगा. അത് കണ്ടപ്പോൾ വഹ ഉസേ സ്റ്റേജ് പർ, ആ ഒരു പരിപാടി കണ്ടതും ചാർലിക്ക് ഇത്ര കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹം ചാർലിയെ സ്റ്റേജ് പർ ഭേജ്നേക്ക് സിദ്ധ് കർണേ, സ്റ്റേജിലേക്ക് അയക്കാനായിട്ട്, ഭേജ് നമ്മൾ അയക്കുക, സിദ്ധ് കർണയിലേക്ക് വാശി പിടിച്ചു. അതാണ് ആ തമ്മിലുള്ള വഴക്ക്. അപ്പൊ അമ്മയെ നിർബന്ധിക്കുകയാണ് ചാർലിയെ സ്റ്റേജിന്റെ മുകളിലേക്ക് കയറ്റി പ്രോഗ്രാം തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മാ ഡർ ഗൈ, ഡർ എന്ന പേടി, അമ്മയ്ക്ക് പേടിയായി. കാരണം 5 साल का बच्चा इस उग्र भीड़ को जेल पाएगा. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി ഇത്രയും വലിയ ഒരു തിരക്കിനെ, അല്ലെങ്കിൽ വലിയ ഒരു പ്രോഗ്രാമാണ് നടക്കുന്നത്, ആ തിരക്കിനെ ജയിൽ പായേക, നേരിടാൻ സാധിക്കുമോ എന്ന് അമ്മയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അതിലൂടെ അമ്മയ്ക്കൊരു പേടിയും തോന്നി. കാരണം 5 വയസ്സേ ഉള്ളൂ, അത്രയും വലിയ ഒരു പ്രോഗ്രാമിലെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചാർലിക്ക് സാധിക്കുമോ എന്ന് അമ്മയ്ക്ക് വളരെ വിഷമം അല്ലെങ്കിൽ വളരെ ആശയക്കുഴപ്പം തോന്നിയതുകൊണ്ട് ഒരു പേടിയും അമ്മയ്ക്ക് ഉണ്ടായി. बहुत मुबाहिस के बाद वह अंततः चार्ली को स्टेज पर ले गया और बचाव के कुछ शब्द कह उसे अकेला छोड़ आया. दुओं के उड़ते हुए छल्लों के बीच चार्ली ने मशहूर गीत जैक जोन्स का गाना शुरू किया. कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज में उस गाने की धुन तलाशते रहे और वह जैसे ही मिली गाना सजने लगा. बहुत मुबाहिस के बाद, അമ്മയും മാനേജറും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായല്ലോ, ആ ഒരു
മുബാഹിസ്കെ ബാദ് ആ വാക്ക് തർക്കത്തിന് ശേഷം, ആ വർത്തമാനങ്ങൾക്ക് ശേഷം, വഹ് അന്തതഹ ചാർലിക്കോ അന്തതഹ അവസാനം ചാർലിക്കോ സ്റ്റേജ് പർ ലേ ഗയ, ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. അവർ ബച്ചാവ് കെ കുച്ച് ശബ്ദ്, ബച്ചാവ് ശരിക്കും രക്ഷപ്പെടാന്ന് അർത്ഥം, ഇവിടെ നേരിടുക എന്നർത്ഥം. ആ സ്റ്റേജിനെ നേരിടാനായിട്ട് ഉള്ള കുച്ച് ശബ്ദ്, കുറച്ച് വാക്കുകള്, കുറച്ച് കാര്യങ്ങള് ഉസേ കഹ്കർ ആ കുട്ടിയോട് പറഞ്ഞിട്ട് അക്കേല ചോടായ സ്റ്റേജിൽ നിർത്തി അമ്മ അവിടെ നിന്ന് സ്റ്റേജിനെ എങ്ങനെയൊക്കെ നേരിടണം എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അമ്മ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. ധുവോക്കെ ഉടുത്തേ ഹുവേ ചല്ലോക്കെ ബീച്ച്, ധുവാമണ പുക, അപ്പൊ സ്റ്റേജിൽ നല്ല പുകയൊക്കെ ഉണ്ട്, സ്മോക്ക് എന്നൊക്കെ പറയും, അതൊക്കെ ഉണ്ട്. ചല്ലോക്കെ ബീച്ച്, ഒരു വലിയ റൗണ്ട്, സെൻട്രൽ ഒരു വലിയ റൗണ്ടിലുണ്ട്. ചൊല്ലാൻ പറഞ്ഞാൽ ഗോളാകൃതി നടത്താം. ആ അങ്ങനെ ആ റൗണ്ടിന്റെ ഉള്ളിലെ നടുവിലെ കുട്ടി നിൽക്കുകയാണ്. ചാർലിനെ മഷ്ഹൂർ ഗീത്, മഷ്ഹൂർ ഫേമസ് ആയിട്ടുള്ള പ്രശസ്തമായ ജാക്ക് ജോൺസ് കാ ഗാന ശുരു കിയ, അദ്ദേഹം പ്രശസ്തമായ ജാക്ക് ജോൺസ് എന്ന ഗാനം പാടാനായിട്ട് തുടങ്ങി. കുച്ച് ദേർ തക്ക്, കുറച്ച് നേരത്തേക്ക് ഓർക്കസ്ട്ര വാലെ ഉസ്കി ആവാസ് മേം, ഓർക്കസ്ട്ര വാലെ ആ സംഗീതം നടത്തുന്ന ആൾക്കാർക്ക്, ഓർക്കസ്ട്ര ടീമിനെ ഉസ്കി ആവാസ് അവൻ്റെ ശബ്ദം, ആവാസ് ശബ്ദം, ഉസ് ഗാനേക്ക് ധുൻ, അതുപോലെ ആ കുട്ടിയുടെ ശബ്ദവും ഗാനേക്ക് ധുൻ, ഈ കുട്ടി ഏത് പാട്ടാണ് പാടണേ എന്ന്, അപ്പോൾ ആ പാട്ടിൻ്റെ ട്യൂണ് അല്ലെങ്കിൽ ഏതാണ് പാട്ട് എന്നുള്ളതിൻ്റെ വരികള് തലാശ്തേ രഹേ, അന്വേഷിച്ചുകൊണ്ടിരുന്നു. അന്വേഷിക്കാൻ മീൻസ് ശ്രദ്ധിക്കാൻ തുടങ്ങി, എന്താണ് ഈ കുട്ടി പാടണേ. കാരണം 5 വയസ്സുള്ളൊരു കുട്ടിയാണ്. 5 വയസ്സുള്ള കുട്ടി പാടുമ്പോൾ ചില വാക്കുകൾക്ക് വ്യക്തതക്കുറവുണ്ടായിരിക്കാം, അക്ഷരങ്ങളുടെ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഓർക്കസ്ട്രക്കാർക്ക് ഈ കുട്ടി ഏത് പാട്ടാണ്, പ്രസിദ്ധമായ പാട്ടാണ് കുട്ടി പാടുന്നത്, പക്ഷെ അവർക്കത് പെട്ടെന്ന് അതാണോ ആ പാട്ട് എന്ന് ശ്രദ്ധിക്കാനായിട്ട് കുറച്ച് നേരം എടുത്തു. അവര് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നു. അവർ ജേസെ ഹി മിലി, അപ്പൊ ഇതാണ് കുട്ടി പാടണേ, ഇന്ന പാട്ടാണ് പാടണേ എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ ഗാന സജ്നെ ലഗ, പാട്ട് കേമായി, മീൻസ് അസലായി, നന്നായി എന്ന് പറയണം. അപ്പോൾ എല്ലാം ശരിയായി, പാട്ട് നന്നായിട്ട് കുട്ടി പാടാൻ തുടങ്ങി എന്ന് പറയണം. അപ്പോൾ ഇതുവരെയാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിന് എടുക്കാം. ഇതുവരെ എടുത്ത ഭാഗം നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.